മരണമേ വിഷമെങ്ങു നിന്റെ വിജയഭൂമിവിടെ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മരിച്ചവരെക്കുറിച്ചുള്ള അജ്ഞതയിൽ കഴിയുന്ന മനുഷ്യരെക്കുറിച്ചാണ്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഈശോയുടെ അരികിലേക്ക് സദുക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സഹോദരൻ, ആ സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ്റെ സഹോദരന്മാർ പിന്നെ ആ സ്ത്രീയെ, ആദ്യ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായി മരിച്ചു പോകുന്നു. മരിച്ചു കഴിയുമ്പോൾ ഈ മരണശേഷം എങ്ങനെയായിരിക്കും, അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈശോ അവരോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എടുത്തു പറയുന്നൊരു വാക്കുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരിച്ചുപോയ എല്ലാ മക്കളെയും, എല്ലാവരെയും, അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരുണ്ട്, സമൂഹത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, നിരവധി പേർ മരിച്ചു പോയവരുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് അവരുടെ ഓർമ്മകളിലേക്ക് നമ്മൾ കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്ന നിരവധി പേര് കടന്നു വരുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർമ്മകളിൽ തീർച്ചയായിട്ടും മരിച്ചവരെ നമ്മൾ സ്നേഹിക്കണം. കാരണം അവരുമായിട്ട് നമുക്കൊരു നല്ല ബന്ധമുണ്ട്. മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, പൂർവ്വപിതാക്കന്മാരായിരിക്കാം, മാതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളായിരിക്കാം. തീർച്ചയായിട്ടും അവരിലൂടെയെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാതാപിതാക്കളിലൂടെയാണ് മക്കൾ ജന്മമെടുക്കുക. അപ്പോൾ മാതാപിതാക്കൾ, അവരെ ഓർക്കേണ്ടത് ആവശ്യമാണ്. സഹോദരങ്ങൾ ദൈവം നൽകിയ ബന്ധങ്ങളാണ്, എല്ലാവരും ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില തെറ്റിദ്ധാരണകളും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില അന്ധമായ മേഖലകളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുക. അതിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മേഖലയാണ് ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ഇടപാടുകൾ. അതിലൊന്ന് ഗ്രിഗോറിയൻ കുർബാന. ഇപ്പം 6000, 7500, 9000 വരെ ആയിട്ടുണ്ട്. അത് ചൊല്ലുന്നവരും അതോടൊപ്പം തന്നെ അതിന് ഏജൻറ്റുമാരുമൊക്കെ ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പോലെ ആയിത്തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില കച്ചവട മനോഭാവങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം വളരെയേറെ രീതിയിൽ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിരവധി പേർ എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകൾ പലപ്പോഴും ദൈവവചനം അറിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പലർക്കും വന്നു പോയിട്ടുള്ളതാണ്. നമ്മളൊരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് നല്ലതാണ്. യൂദാസ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു ജോഷുവയെക്കുറിച്ച്, ജോഷുവയുടെ പുസ്തകത്തിലല്ല, പ്രവചന പുസ്തകങ്ങളാണ് ഉള്ളത്. ജോഷുവയെക്കുറിച്ച് ഇപ്രകാരം ഒരു കാര്യം കാണുന്നുണ്ട്. പിശാച് കർത്താവിനോടൊപ്പം ജോഷുവ നിൽക്കുമ്പോൾ പിശാച് വന്ന് അവിടെ തർക്കിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, മോശയുടെ ശരീരത്തെ ചൊല്ലിയാണ് പിശാച് തർക്കിച്ചത്. അപ്പോൾ നിയമാവർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാസനായ മോശ മരിച്ചു. ദാസനായ മോശ അവിടുന്ന് അരുളി ചെയ്ത പോലെ മൊവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മൊവാബ് ദേശത്തെ ബെത്പേറോയിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്നുവരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല.
അപ്പോൾ മോശ മരിച്ചു, ആ മോശയെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വചനപ്രകാരം കാണാൻ പറ്റുന്നൊരു കാര്യം, മോശ ചെയ്ത പാപത്തിൻ്റെ പേരിൽ പിശാചിന് മോശയുടെ മേൽ ഒരു അധികാരമുണ്ടായിരുന്നു. എന്നാൽ ആ അധികാരം കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് ആ പാപങ്ങൾ ക്ഷമിക്കുകയും മോശയെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ മോശ ചെയ്ത പാപം വെച്ചും കൊണ്ട് പിശാച് ആ ശരീരത്തെ ചൊല്ലി, കാരണം പാപം ചെയ്തത് ശരീരം ഉപയോഗിച്ചിട്ടാണ്, ശരീരത്തെ ചൊല്ലി അവിടെ വാഗ്വാദം നടത്തുകയാണ്, തർക്കിക്കുകയാണ്. നമ്മുടെ കാര്യത്തിലും ചിലപ്പോൾ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടാകാം. കാരണം പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പം യേശുവിൻ്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹം, നിരവധി കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കർത്താവ് കുരിശുമരണത്തിലൂടെ നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ളതാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോൾ നമ്മളെല്ലാവരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു ഇത് പിശാചിൻ്റെ കൈവശമായിരുന്നു. പാപം ചെയ്തപ്പോൾ പിശാചിന് നമ്മുടെ മേലൊരു അധികാരമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ മേലൊരു അധികാരം അവനുണ്ടായി. കാരണം നമ്മൾ ചെയ്ത ഓരോ പാപം, ഇപ്പം നമ്മൾ കണ്ണുകൊണ്ടൊരു പാപം ചെയ്താൽ പിശാചിന് ആ സമയത്ത് വാദിക്കാനായിട്ട് അവൻ വരും. ഈ കണ്ണ് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച കണ്ണാണ്, ഈ കാല് അങ്ങനെയാണ്, ശരീരം മുഴുവനും അങ്ങനെയാണ്. കാരണം ഒരു പാപം ചെയ്താൽ ആ ഒരു പാപം ചെയ്യുന്ന അവയവം, അതുകൊണ്ടാണ് കണ്ണ് ചുഴഞ്ഞെടുത്ത് കളയണമെന്നൊക്കെയുള്ള വചനഭാഗമുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നിട്ട് പറയുകയാണ്, ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഒരു അവയവമില്ലാതെ നിത്യതയിൽ പോകുന്നതാണെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രാധാന്യം അതാണ്. ഒരു ശരീരം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ, അല്ലെങ്കിൽ ഒരു അവയവം തെറ്റ് ചെയ്താൽ ശരീരം മുഴുവൻ അതിനടിമയായി മാറുന്നു. അപ്പോൾ ആ ശരീരത്തിന് മേൽ പിശാചിന് അധികാരമുണ്ട്. അങ്ങനെ പാപം ചെയ്ത ശരീരത്തെ, പാപം ചെയ്ത വ്യക്തിയുടെ മേൽ പിശാച് അധികാരം ചെലുത്തിയിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആ വ്യക്തി തൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവൻ നയിക്കുകയും കർത്താവിനെ ഏകരക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മേൽ വിലക്കെടുക്കുകയാണ്. കർത്താവ് വ്യക്തിയെ വിലക്കെടുക്കുകയാണ്. മുമ്പ് പിശാചിൻ്റേതായിരുന്നു, എന്നാൽ കുരിശുമരണത്തിലൂടെ നമ്മളെ അവിടുന്ന് തൻ്റെ ജീവൻ കൊടുത്ത് വിലക്കെടുത്തു. അങ്ങനെ വിലക്കെടുത്ത് കഴിയുമ്പോൾ പിശാചിന് അതിൻ്റെ മേൽ അധികാരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ വചനം പറയുന്നു വിധിയാണ് അവനുള്ളത്. ഹെബ്രായരുടെ ലേഖനം 9:27 മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ തനത് വിധി എന്നൊക്കെ പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട 6 മേഖലകൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് തനത് വിധി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, മരിച്ചവരെക്കുറിച്ചുള്ളൊരു മേഖലയിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ വിധി ഉണ്ടാകുന്നു. ആ വ്യക്തി എവിടെ പോകണം എന്ന് നിശ്ചയിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ രീതി അനുസരിച്ച് ആ വ്യക്തി സ്വർഗത്തിലാണോ നരകത്തിലാണോ പോകേണ്ടതെന്ന് നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ ഒരു സംശയം വരുന്നത് ശുദ്ധീകരണ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനകത്ത് സഭയുടെ ഒരു പ്രബോധനം ഞാനൊന്ന് വായിക്കാം. 10:31 കണ്ണിക. അവിടെ ഇങ്ങനെയാണ് പറയുക, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ഒരു മേഖല പറയുന്നത് 10:30 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു. അതെല്ലാം നമ്മൾ ഓക്കെ. അപ്പോൾ ഇതിനകത്തൊരു കാര്യം നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ടത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾക്കൊരു വ്യത്യാസം വരുന്ന ഇവിടെയാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കും, ഒരാൾ മരിച്ചു, അയാൾ നേരെ ശുദ്ധീകരണ സ്ഥലത്ത് പോയി. 75 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ 150 വർഷം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കണം. അപ്പോൾ ഈ അപ്പച്ചന് അല്ലെങ്കിൽ അമ്മച്ചി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതുകൊണ്ട് ഈ വ്യക്തിയുടെ പാപത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ഈ വ്യക്തിക്ക് ചില പരിഹാര പ്രക്രിയകൾ ചെയ്യണം. അങ്ങനെ പരിഹാര പ്രക്രിയകൾ ചെയ്ത് അതിലൊരു പരിഹാര പ്രക്രിയയാണ് ഗ്രിഗോറിയൻ കുർബാന എന്നും പറഞ്ഞ് കുറേ പേർ അങ്ങനെ അങ്ങനെ കുർബാന ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ബലിയർപ്പിക്കേണ്ടതൊന്നും അല്ല പറയുന്നത്.
ഇതിൻ്റെ പേര് പിന്നെ ചെലവുകളാണ്. അപ്പം ഒരു ഗ്രിഗോറിയൻ ചൊല്ലി, അപ്പോൾ 2 ചൊല്ലി, 3 ചൊല്ലി, ഇല്ല, ആത്മാവിന് രക്ഷയുണ്ടായിട്ടില്ല, കാരണം അവിടെ തന്നെ കടന്ന് പീഡ അനുഭവിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പീഡയെക്കുറിച്ച് ബൈബിൾ ഒരു സ്ഥലത്തും എഴുതി വച്ചിട്ടില്ല. കാരണം ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്നത് സഭയുടെ ഈ പഠനം നമുക്ക് സമ്മതമാണ്. കാരണം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അത് വ്യത്യാസമുണ്ട്, എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിക്കപ്പെട്ടവർ അനേകമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനി സ്വർഗത്തു പോകാൻ ഉറപ്പുള്ള ആത്മാക്കളാണ് അതുവഴി കടന്നു പോവുക. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയുടെ മുമ്പിൽ ഈ ഭൂമിയിൽ നിന്ന് അവസാന നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ചിന്തയാലോ വിചാരത്താലോ പ്രവൃത്തിയാലോ വാക്കാലോ ഒക്കെ പാപമുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ഈ മേഖലയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ ഒരു ചിന്താശകല അവസ്ഥ കിടപ്പുണ്ടെങ്കിൽ അതിനൊന്ന് വിശുദ്ധീകരിക്കുക. അത് കർത്താവ് ചെയ്യേണ്ട കാര്യമാണ്. കർത്താവ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം വിശുദ്ധീകരണം മുഴുവനും കർത്താവിൻ്റെ പ്രോസസ്സാണ്, നമ്മുടേതല്ല. ഇതിന്ന് പലരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, പ്രാർത്ഥിച്ച് ഈ ആത്മാവിനെ ഞാൻ സ്വർഗത്തിലെത്തിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ വിശുദ്ധിയോടെ പങ്കെടുക്കാത്തവർ, ദൈവവചനം അനുസരിക്കാത്തവർ, ഇനി അവരുടെ ലിസ്റ്റുകൾ ബൈബിളിലുണ്ട്. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും സ്വർഗത്ത് പോകത്തില്ല. അങ്ങനെയുള്ളവരെ പ്രാർത്ഥിച്ച് സ്വർഗത്ത് എത്തിക്കാം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം യേശുവിനെതിരും പരിശുദ്ധാത്മാവിനെതിരും പിതാവായ ദൈവത്തിനുമെതിരാണത്. കാരണം ദൈവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെ ഞാൻ ചെയ്ത് ആ വ്യക്തിയെ രക്ഷിക്കുമെന്ന് പറയും. രക്ഷ മുഴുവൻ ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഞാൻ രക്ഷിക്കും, ബലിയർപ്പിച്ച് ഞാൻ രക്ഷിക്കും. യേശു ക്രിസ്തു കാൽവരി കുരിശിൽ ബലിയായി തീർന്നത് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മളിനി എന്തെല്ലാം കാണിച്ചാലും ആ രക്ഷയ്ക്ക് പകരമാകത്തില്ല. കാരണം യേശു കുരിശ് മരിച്ച് കിടക്കുന്ന കണക്ക് ഒരാൾ കിടന്ന് കുരിശ് മരിച്ച് പെടഞ്ഞ് മുറിവേലേൽപ്പിച്ച് പറയുകയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ശരിയാവും? അത് കള്ളക്രിസ്തുവിൻ്റെ ആളായി മാറും. കാരണം ക്രിസ്തു വന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു മേഖല. അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു ചോദ്യം വരുന്ന ഇവിടെയാണ്. മക്കബായരുടെ പുസ്തകമായിട്ട് വരും. മക്കബായരുടെ പുസ്തകത്തിൽ ഇതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മക്കബായരുടെ പുസ്തകത്തിൽ ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ട് 2 മക്കബായർ 12-ാം അധ്യായത്തിൽ യൂദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ആലേഖനം ചെയ്ത തകിടുകൾ ധരിച്ച തൻ്റെ കൂടെയുള്ള പടയാളികൾ യുദ്ധത്തിൽ മരിച്ചു പോകുന്നു. ഈ യുദ്ധത്തിൽ മരിച്ചുപോയ വ്യക്തികളെ അവരെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയിട്ട് യൂദാസ് അവിടെ പണം പിരിച്ച് പാപപരിഹാര ബലിക്കായിട്ട് ജെറൂസലേമിലേക്ക് അയച്ചു കൊടുത്ത് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പഴയ നിയമം മാറ്റണം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അന്ന് പാപപരിഹാര ബലി ഉണ്ടായിരുന്നു, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. അന്ന് ദഹനബലി ഉണ്ടായിരുന്നു. അങ്ങനെ ബലികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. വ്യക്തമായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ നമ്മൾ ഹെബ്രായക്കഥ ലേഖനം പഠിക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, 10-ാം അധ്യായം അതിൻ്റെ 26 ഞാനൊന്ന് ആദ്യം വായിക്കാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. അപ്പം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു വ്യക്തിക്ക് വ്യക്തമായ ബോധ്യം ലഭിച്ചു. ആ ബോധ്യം ലഭിച്ചിട്ട് ഇല്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. ഇത്രയും ധ്യാന കേന്ദ്രവും ഇത്രയും സഭാ സംവിധാനമുള്ള സ്ഥലത്ത് എനിക്ക് വ്യക്തമായ ബോധ്യം കിട്ടിയില്ലെന്ന് ആരും പറഞ്ഞേക്കരുത്. അങ്ങനെ ലഭിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്യുകയാണെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലിയില്ല. എന്ന് വെച്ചാൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു 2000 വർഷം മുമ്പ്. അതിനെ നമ്മൾ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വ്യത്യാസമൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മൊബൈൽ വിളിച്ചോ. ഞാൻ മൊബൈൽ വിളിക്കേണ്ട, നിങ്ങൾ ഭയനം വായിച്ചാൽ മതി. വചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഹെബ്രായക്കഥ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, 10-6, ദഹന ബലികളിലും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ അന്ന് അർപ്പിച്ച ബലികളിലൊന്നും ദൈവസംപ്രീതിയല്ല ഉണ്ടായത്. പിന്നെ എന്താണ്? ചെയ്ത പാപത്തെക്കുറിച്ചൊരു പശ്ചാത്താപമോ അനുതാപമോ ഉണ്ടായി അവർ ബലി അർപ്പിച്ചു. അപ്പം അവർ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക്, നമുക്കറിയാം, മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ഇവിടുന്ന് ദൈവസന്നിധിയിലേക്ക്, അത് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകുന്നു. മനസ്സില്ല, വികാരമില്ല, വിചാരമില്ല, ശരീരം ഇവിടെ ഇട്ടേച്ച് പോകുന്നു.
അപ്പം ആത്മാവ് വേർപെട്ടോടുകൂടി മനസ്സ് പോയി, ചിന്ത പോയി, വിചാരം പോയി, വികാരം പോയി. അപ്പം ആത്മാവ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് ജീവിച്ചിരിക്കുന്നതിൻ്റെ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് അവിടെ കിടന്ന് മാനസാന്തരപ്പെടാനുള്ള അവസ്ഥയൊന്നുമില്ല. വചനം കേൾക്കാനുള്ള സംവിധാനമില്ല. കാരണം അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 16, അത് ഈശോയ്ക്ക് മുമ്പുള്ള കാര്യമാണ് എങ്കിലും അവിടെ പറയുന്നുണ്ട്, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് ഉയർപ്പിക്കപ്പെട്ടാൽ പോലും അവിടെ അവർ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. ഈ ലൂക്കാസ് സുവിശേഷം 16 ആ ധനവാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ അഹങ്കാരം അപ്പോഴും മാറിയിട്ടില്ല. പുള്ളി അബ്രഹാം പിതാവിനെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയല്ല പിതാവെ മരിച്ചവരിൽ നിന്ന്, അങ്ങനെ വാക്ക് എഴുതിയിട്ടുണ്ട്, അങ്ങനെയല്ല മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർപ്പിക്കപ്പെട്ട് ചെന്നാൽ അവർ വിശ്വസിക്കും. അപ്പോൾ അവിടെ പിതാവ് പറയുന്നത് എന്താ, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർ പറയുന്നത് കേൾക്കാത്തവർ ഇവിടുന്ന് ഒരു അത്ഭുതം കണ്ട ഒരാൾ ചെന്നാലും പറ്റില്ല. അപ്പോൾ മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറയുമ്പം പഴയ നിയമത്തിലെ ചില കാര്യങ്ങളുടെ അതിനകത്ത് സൂചനയുണ്ട്. അപ്പം മോശയുടെ നിയമം, പ്രവചന ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കാത്തവർ ഇനി ഒരിക്കലും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പറയുന്നത്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചു, മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല. പിന്നെ എന്താ അവശേഷിക്കുന്നത്? ഇതാണ് നരകം. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഹിതമായ കാത്തിരിപ്പ്. ഇപ്പോഴല്ല ന്യായവിധി, പിന്നെയാണ്. അതുകൊണ്ട് കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലാതെ ശുദ്ധീകരണ സ്ഥലത്തല്ല അഗ്നിയുടെ ക്രോധം കിടക്കുന്നത്. അഗ്നിയുടെ ക്രോധം നരകത്തിലാണ്. ആ ക്രോധം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുകയല്ല, തീർന്നു പോവുകയാണ്, നശിക്കപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ദർശനങ്ങൾ എങ്ങനെയൊക്കെയാണ്? വിലാപങ്ങളുടെ പുസ്തകം 2:14 ദർശനം ഇങ്ങനെയായിരിക്കും, നിങ്ങളെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ്. എന്താണ് അതിൻ്റെ അടയാളം എന്ന് വെച്ചാൽ, നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിൻ്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. എന്ന് വെച്ചാൽ ആത്മാവ് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, അവർ വെളിപ്പെട്ടു, ഇവർ വെളിപ്പെട്ടു. ഇവരാരും ഒരു മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെടുന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കൊടുക്കും. നമുക്കിന്ന് വേണ്ടത് മരിച്ചവരെ വിശുദ്ധീകരിക്കുക എന്നുള്ള കർത്തവ്യമല്ല നമുക്കുള്ളത്. നമ്മുടെ കർത്തവ്യം ജീവിച്ചിരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടണം. മരിച്ചവർ വിശുദ്ധീകരിക്കുന്നവരും കർത്താവ് നോക്കും. ജീവിച്ചിരിക്കുന്നവന് വിശുദ്ധീകരണമില്ലാതെ, അവന് ദൈവവചനം പറഞ്ഞു കൊടുക്കാതെ, ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കൊടുക്കാതെ അവൻ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കുക, പിന്നെ ബലിയർപ്പണവും പരിപാടിയും ത്യാഗവും പരിപാടിയായിട്ട് നടക്കുക. അപ്പം അതുകൊണ്ട് അതിലേക്കല്ല പോകേണ്ടത്. പിന്നെ ചിലർക്കുണ്ട്, ജെറമ്യ പ്രവചനം 23:26, ജെറമ്യ പ്രവചനം 23 അധ്യായം മുഴുവൻ വായിച്ചോ, ഇപ്രകാരമുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. കള്ളപ്രവചനങ്ങൾ നടത്തുന്ന, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന, കണ്ടോ, സ്വന്തം തോന്നലുകളെ പ്രവചനങ്ങളായി അവതരിപ്പിക്കുന്ന ഈ പ്രവാചകന്മാർ തങ്ങളുടെ ഹൃദയത്തിൽ എത്ര നാൾ വ്യാജം കൊണ്ട് നടക്കും? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതൊന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം അന്ത്യവിധിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 5:29, അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ദാനിയേൽ പ്രവചനം 12:2 ഭൂമിയിൽ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിട്ടും. അപ്പോൾ അങ്ങനെ പോകുന്നവരായി മാറ്റപ്പെടും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വ്യാജ പ്രവചനവും വ്യാജ സന്ദേശങ്ങളും ഒക്കെ കേട്ട് അതിനകത്ത് പോയി പെട്ടേക്കരുത്. 2 പത്രോസ് 2:1 പറയുന്നുണ്ട്, ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്തു. വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് വിലയില്ലാത്ത രീതിയിൽ അവർ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ കത്തോലിക്ക സഭ ഒരു വചനവും പറഞ്ഞിട്ടില്ല. യൂദാസിനെ കുറിച്ചാണ്, മക്കവായ പുസ്തകത്തിൽ യൂദാസിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ പലരും കുറച്ച് വചനമായിട്ട് വരാറുണ്ട്. ആ വചനം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വചനമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1,
എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങൾ നേടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം വക്രതയില്ലാത്ത അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടി പതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സകനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഇതാരായി കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ? കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നവരാണ്. അവരെ തൻ്റെ ജീവിതത്തിൽ വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഭൂമിയിൽ വെച്ച് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി വെച്ചേക്കുന്ന, അല്ലാതെ അവിടെ പോയി ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചല്ല. അടുത്തത് അവസാനത്തെ ചില്ലിക്കാശെന്നും പറഞ്ഞു വരും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 26, 5, 6, 7 ഒക്കെ നമ്മൾ വിശുദ്ധീകരണ മേഖലയാണ് അവിടെ ഉള്ളത്. 5-ാം അധ്യായത്തിൽ നമ്മൾ സഹോദരന്മാർ രമ്യതപ്പെടുന്നതിനെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചുമാണ്. ആ ഭാഗത്ത് പറയുകയാണ്, അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എന്ന് വെച്ചാൽ നീ നിരുപാധികം ക്ഷമിക്കാതെ നിനക്ക് ഒരിക്കലും രക്ഷ കിട്ടത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം വെച്ചും കൊണ്ട് നമ്മൾ ഒരുപാട് പേര് അജ്ഞതയെ കഴിയുകയാണ്. യെശയ്യാ പ്രവചന പുസ്തകം 5:13, എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് ബലിയർപ്പിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ ബലിയർപ്പിക്കാൻ വേണ്ടി പണം കൊടുത്ത് നിരവധി പണം ചിലവാക്കി ജീവിച്ചിരുന്നപ്പോൾ പുള്ളിയെ കൊണ്ട് ഒരുപാട് ചിലവായിരുന്നു. കടം ഉണ്ടാക്കി വെച്ചിട്ട് പോയ ചില മനുഷ്യർ, അവർ പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു. ഈ ബന്ധനത്തിലായിരുന്ന മനുഷ്യർക്ക് ഇവിടെ വെച്ച് മാനസാന്തരപ്പെടാൻ അവസരമുണ്ട്. ഇനി അവിടെ അവസരമില്ല ഇനി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളത് മനസ്സിലാക്കണം. റോമാക്കാരുടെ ലേഖനം 3:23, എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നത് ഇവിടെ വെച്ചും കൊണ്ടാകട്ടോ. ഇനി 25-ാം തിരുവചനം, വിശ്വാസം വഴി സംലപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അതുകൊണ്ട് ഹെബ്രായരുടെ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട്, ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. 10-ാം അധ്യായം 8 പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, അവിടുന്ന് ദഹനബലികളും അർപ്പിക്കപ്പെടുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. ഇനി യേശു എന്ത് ചെയ്തു? എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഇനി ഏക ബലി സമർപ്പണം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ അർപ്പിക്കുന്ന ബലിയെക്കുറിച്ച് തന്നെയാണ്. അതിനാൽ ബലിയർപ്പണമോ പ്രാർത്ഥനയോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഇത്രയും ത്യാഗവും ബുദ്ധിമുട്ടും പണവും കൊടുത്ത് പ്രാർത്ഥിച്ചാലേ ഈ ആത്മാവ് സ്വർഗത്ത് പോകത്തുള്ളൂ എന്നുള്ള ചിന്താഗതിയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിൻ്റെ കാര്യം ദൈവം തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവർ എവിടെ പോകണമെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ വ്യക്തി സ്വർഗത്തിലോ നരകത്തിലോ പോകുന്നു. സ്വർഗത്തിൽ പോകുന്നവർ ശുദ്ധീകരണ സ്ഥലം വഴി പോകുന്നുണ്ട്. പക്ഷെ അതെന്തിനാണെന്ന് വെച്ചാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തക്കവിധമുള്ള പരിശുദ്ധി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിലപ്പോൾ ഒരു അശുദ്ധ ബന്ധനം ഏതെങ്കിലും കാണുമായിരിക്കാം. ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മരണാർഹമായ പാപത്തിനു വേണ്ടി വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഒരു വാക്കാണ്. 1 യോഹന്നാൻ 5:16, മരണത്തിന് അർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. ഭൂമി വെച്ചുള്ള കാര്യമാണ് ഇതൊക്കെ. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കണ്ടോ? കാരണം അത് പരിശുദ്ധാത്മാവിനെതിരെ, ദൈവത്തിൻ്റെ വചനത്തിനെതിരെ, ദൈവത്തിനെതിരെയുള്ള പാപമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാം. റോമാക്കാരുടെ ലേഖനം 1:29, 1 എല്ലാ തരത്തിലുമുള്ള അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, തിന്മ, ഇത് ലിസ്റ്റാ. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. പിന്നെ പരദൂഷകർ, ദൈവനിന്ദകർ, ധിക്കാരികൾ, ഗർവിഷ്ഠർ, പൊങ്ങച്ചക്കാർ, തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവർ, മാതാപിതാക്കൾ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, അവിശ്വസ്തർ, ഹൃദയശൂന്യർ, കരുണയില്ലാത്തവർ.
ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ്. കണ്ടോ, ഈ വ്യക്തികൾ തീർച്ചയായിട്ടും നരകത്തിലേ പോകത്തുള്ളൂ എന്ന് എഴുതി വെച്ചു. അപ്പോൾ ചോദിക്കും, കർത്താവ് കരുണയുള്ളവനാണ്. എന്തിനാണ് കർത്താവ് കരുണ കാണിച്ചത്? റോമാക്കാർക്ക് ലേഖനം 2-4 അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണയും സഹിഷ്ണുതയും ദയയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ കർത്താവ് എന്നോട് കരുണ കാണിച്ചത് ഞാൻ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് വിശുദ്ധീകരണം തരാൻ വേണ്ടി ഒരു ദിവസം കൂടെ അനുവദിച്ചിരിക്കുക. പക്ഷേ നമ്മുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കൂടെ തന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? എന്ത് പറ്റും? വീണ്ടും പാപത്തിലേക്ക് പോയി വീഴും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാനായിട്ട് തീരുമാനമെടുക്കണം. വെളിപാട് പുസ്തകം 21:8 പറയുന്നുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാത്തവരുടെ പേര് പറയുന്നത് ഇങ്ങനെയാണ്: ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകവുമാണ്. 1 കൊരിന്ത്യർ 6:8 അവിടെ പറയുന്നു, നിങ്ങൾ തന്നെ സഹോദരനെ പോലും ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു. എന്താ വഞ്ചന? പറഞ്ഞു കൊടുക്കത്തില്ലൊന്നും. അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നും നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികൾ എന്ന് വെച്ചാൽ ശരിയായ മാർഗത്തിൽ ദൈവഹിത പ്രകാരമുള്ള മാർഗത്തിൽ പോകാത്തവർ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വവർഗഭോഗികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കത്തോലിക്ക സഭയ്ക്ക് ഒരൊറ്റ നിയമമേ ഉള്ളൂ ഞാൻ കണ്ടെടുത്തോളാം. അത് ജർമ്മനിലാണ് ഒരു നിയമമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധന പുസ്തകമൊക്കെ ഇപ്പം വന്ന് കേരളത്തിൽ മാത്രം ധ്യാനിപ്പിക്കാനുള്ളൊരു സംവിധാനം മാത്രമായി. കാരണം ഇതൊന്നും ജർമ്മനിക്ക് ബാധകമല്ല, അമേരിക്കയ്ക്ക് ബാധകമല്ല, കാശുള്ളവന് ബാധകമല്ല. നിയമത്തിന് മുമ്പിൽ വരുമ്പം പണത്തിന് മുമ്പിൽ എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിക്കാത്ത ശുശ്രൂഷകളും മേഖലകളും ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അത് കേരളത്തിലെ കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ള അല്ല ഈ പുസ്തകമൊന്നും, കേട്ടോ. കാശുള്ളവും വരുമ്പോൾ ഇപ്പം മിശ്രവിവാഹം, സ്വവർഗഭോഗം ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ചില സ്ഥലങ്ങളിൽ സംബന്ധിച്ചോളം തെറ്റല്ല. കേരളത്തെ സംബന്ധിച്ചോളം ഇതെല്ലാം തെറ്റ്. കേരളത്തിന് പുറത്ത് വിട്ട് കഴിയുമ്പം ഒരു കുഴപ്പമില്ല. ഇവിടെ മദ്യപാനം പാപം. കേരളത്തിന് പുറത്ത് ഫ്ലൈറ്റിൽ കയറി ഇപ്പം വേറെ സ്ഥലത്തേക്ക്, ഇപ്പോൾ വത്തിക്കാൻ ആകട്ടെ, റോം ആകട്ടെ, അമേരിക്ക ആകട്ടെ, ഇറ്റലി ആകട്ടെ, ഇസ്രായേൽ ആകട്ടെ, ഗൾഫ് രാജ്യം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇത് ബാധകമല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന. ഭരണപക്ഷത്തുള്ളവർ എന്ത് ചെയ്താലും ഒരു കാര്യം ചെയ്താൽ നല്ലത്, ചീത്തയായ കാര്യം ചെയ്താലും നല്ലത്. അൽമായൻ അത് ചീത്തയായ കാര്യം ചെയ്താൽ എന്ത് പറ്റും? അത് പ്രശ്നം എന്ന് പറയുന്ന പോലെ പ്രതിപക്ഷത്തുള്ളവർ എന്ത് ചെയ്താലും പ്രശ്നം എന്ന് പറഞ്ഞ പോലെ പാപം തന്നെയാണ്. അത് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ചെയ്താലും, അച്ഛൻ ചെയ്താലും, മെത്രാൻ ചെയ്താലും, മാർപ്പാപ്പ ചെയ്താലും, ഞാൻ ചെയ്താലും, അൽമാൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. അല്ലാതെ അത് ഭരണപക്ഷത്തുള്ളവരായതുകൊണ്ട് അത് കുഴപ്പമില്ല, പ്രതിപക്ഷത്തുള്ളവരായതുകൊണ്ട് കുഴപ്പമുണ്ടെന്നുള്ളതല്ല എൻ്റെ വ്യത്യാസം. പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ കച്ചവടത്തിനും ആയിരിക്കരുത്. വെള്ളം ചേർക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തോണം. തിരിച്ചു വരണം. പ്രിയമുള്ളവർ, വഞ്ചിക്കരുത് മനുഷ്യനെ. എത്ര പേരാണെന്നറിയാമോ ഇതുപോലെ ഒന്നാമത് വരെ കാശില്ല, പണമില്ല, കുടുംബം മൊത്തം കടത്തിലും ദുരിതത്തിലുമാണ്. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ചില വ്യക്തികൾ ഇപ്പോൾ ഗതിയില്ലാത്തതുകൊണ്ടാണ്, അവരാത്മാവ് രക്ഷപ്പെടാത്തത് കൊണ്ടാണ്. എങ്ങനെ രക്ഷപ്പെടും? ഇവിടുന്ന് മാനസാന്തരപ്പെടുന്നില്ല, പള്ളിയിലും പ്രാർത്ഥനയില്ല, വചനം കേൾക്കുന്നില്ല, ധ്യാനം കൂടുന്നില്ല, കർത്താവിനെ അറിയുന്നില്ല, വിശുദ്ധ ജീവൻ നയിക്കുന്നില്ല, നരകത്തിലേക്ക് തന്നെ പോകത്തുള്ളൂ എഴുതി വെച്ചിരിക്കുക. അവരെ പിന്നെ ഇവിടെ ധ്യാനഗുരുവനോ ശുശ്രൂഷകനോ എനിക്കോ നിങ്ങൾക്കോ പ്രാർത്ഥന കൊണ്ട് സ്വർഗത്ത് കയറ്റാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുവിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ എന്തിനാ കർത്താവ് കുരിശ് മരിച്ചത്? നമുക്കെല്ലാവരെയും രക്ഷിച്ച് സ്വർഗത്ത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്ന പിന്നെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് എന്താ അർത്ഥമുണ്ട്? എന്നാൽ പിന്നെ മരിക്കേണ്ടിയില്ലായിരുന്നല്ലോ, നമ്മളങ്ങ് രക്ഷകരായി മാറിയാൽ പോരായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടത്തിയിട്ട് എന്നിട്ട് കുടുംബത്തിലെ പ്രശ്നത്തിൻ്റെ കാരണം മുഴുവൻ ഇതാ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന കുർബാന ചെല്ലണം, ഇന്ന പ്രാർത്ഥന ചെല്ലണം. ചില സഭയെ സോപ്പിടാൻ വേണ്ടി, വൈദികരെ സോപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ പ്രീതി പറ്റാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറേ കാര്യമായിട്ട് മാത്രം അടക്കുക. ചിലരെ സംബന്ധിച്ചുള്ള ഒരു മതം മാറിയിട്ടുണ്ട്, പക്ഷേ മതത്തിലുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ വിട്ടിട്ടില്ല. അവർ മതത്തിലെ ഏത് ഒരു ദേവനെ ദേവിയെ സേവിച്ചുകൊണ്ടിരുന്നോ, അവർക്ക് വേണ്ടി ഏത് പൂജാതി ക്രിയകളും നടത്തിക്കൊണ്ടിരുന്നോ, അത് തന്നെ ഇപ്പം ക്രിസ്തു എന്ന പേരേ ഉള്ളൂ, അതുപോലത്തെ പൂജാതി ക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഹോമയാഗ കർമ്മങ്ങൾ,
ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് അപകടമാണ് വിളിച്ചു വരുത്തുന്നതെന്നുള്ള തിരിച്ചറിയുക. കർത്താവ് നമുക്ക് ശിക്ഷാവിധിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളും തകർച്ചയിലേക്ക് പോകും. അതിൻ്റെ കാരണം കർത്താവല്ല, നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്. കർത്താവ് കരുണയുള്ളവനാ, നീതിയുള്ളവനാ. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങൾ ഇപ്രകാരം ആയിരിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ബോധ്യങ്ങളിലൂടെ നമ്മൾ പോകണം. ചിലർ പറയും ദൈവവചനം മാത്രം പോരാ. പ്രിയമുള്ളവരെ, വചനത്തിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളൊരു വ്യക്തി എന്നോട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പരിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞാണ്, പക്ഷെ ദൈവവചന ശുശ്രൂഷയൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല. അപ്പം ഞാൻ ആ വ്യക്തിയോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്രേ ഉള്ളൂ. ഈ അച്ഛനൊരു അപ്പം എടുത്തിട്ട് അത് യേശുവിൻ്റെ ശരീരമായി മാറാൻ വേണ്ടി എന്തോ ഉപയോഗിക്കുന്നു? അത് ഈശോ പറഞ്ഞ വചനം വചനം വേണ്ടേ? ഈശോ പറഞ്ഞ വചനം പറയുമ്പോൾ ആ വചനം വേണ്ടേ? അപ്പോൾ ആ വചനത്തിൽ വിശ്വസിക്കാതെ മാജിക്കാണോ അത്? പരിശുദ്ധ കുർബാനയിൽ ഒരു അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നുണ്ടെങ്കിൽ, വീഞ്ഞ് രക്തമായി മാറുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ വചനമാണ്. അപ്പം ചില കാര്യങ്ങൾക്ക് വേണ്ടി വചനം വേണം, ചില കാര്യങ്ങൾക്ക് വചനം വേണ്ട. ഈ ഇരട്ടത്താപ്പ് നയവാട് നമ്മൾ പൊയ്ക്കഴിഞ്ഞാൽ, ഇന്ന് അതൊക്കെ കൊണ്ടാണ് സഭയിൽ ഈ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതും. ഇത് പരികർമ്മം ചെയ്യുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധിയിലല്ലെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾ ശിക്ഷയിലേക്ക് തന്നെ പോകും, ശിക്ഷാവിധിയിലേക്ക് പോകും. ദൈവമല്ല അത് ചെയ്യണ്ട, വചനത്തിൽ എഴുതി വെച്ചേക്കുന്നത് പൂർത്തിയാകുന്നു എന്ന് കൂട്ടിയാൽ മതി. അതായിരുന്നു ആത്മഹത്യകൾ പെരുകുന്നത്. ഇത്രയും ധ്യാന കേന്ദ്രവും ശുശ്രൂഷ ഉണ്ടായിട്ട് നാട് മുഴുവൻ തകർച്ചയിലല്ലേ? ഏതെങ്കിലും വ്യക്തി തകർച്ചയെന്ന് മോചനം പ്രാപിച്ച് എത്ര പേര് വന്നിട്ടുണ്ട്? വളരെ ചുരുക്കം പേർ മാത്രം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞാൽ ഉടനെ പെന്തക്കോസ്തുകാരനാണ്, സഭാവിരോധിയാണെന്നും പറഞ്ഞ് മുദ്രണം ചെയ്യരുത്. അതൊക്കെ പിശാചിൻ്റെ തന്ത്രമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സത്യം അറിയാതെ ജനം കിടന്ന് വലയുക. ബൈബിളിൽ അതിന് വ്യക്തമായിട്ട് വചനം തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹോസിയ പ്രവചന പുസ്തകം 4:6, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. എത്രയോ പ്രാവശ്യം പറഞ്ഞ വരാമെന്നറിയാം. അവർ അത്യധികം കാംക്ഷിക്കുന്നു. നമ്മൾ പാപത്തിൽ കടന്നാൽ ഒരുപാട് പേർക്ക് ആദായം എടുക്കാൻ പറ്റും. നമ്മുടെ നാശ അവസ്ഥയിലാണെങ്കിൽ നമ്മളെ ഉപയോഗിച്ച് ആദായം എടുക്കുക ആൾക്കാർ. ജ്ഞാനമില്ലാതെ അറിവില്ലാതെ നമ്മൾ ദൈവവചനത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കബളിപ്പിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അങ്ങ് തന്ത്രങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചു വരണം. പ്രഭാഷകന്റെ പുസ്തകം 4:25, സത്യത്തിന് വിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്, സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. അതുകൊണ്ട് സത്യവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കരുത്. അതുകൊണ്ട് അടിമത്തത്തിലേക്ക് നീങ്ങുന്ന ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈശോ കടന്നു വന്നു. അതുകൊണ്ട് ഈശോയോട് സ്നേഹമുള്ളവർ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടും സ്നേഹമുള്ളവർ, നശിച്ചു പോകുന്ന മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനമെടുക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്ത ധ്യാനം 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. ഈ വരുന്ന 17 മുതൽ 22-ാം തീയതി വരെയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കുക, വചനം കേൾക്കുക, കർത്താവിനെ അറിയുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, സ്വർഗത്തിൽ നിത്യതയിൽ ലക്ഷ്യം വയ്ക്കുക. ഞാൻ ഇതിനകത്ത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യമുണ്ട്. നിദ്ര പ്രാപിച്ചവരെക്കുറിച്ചൊക്കെ ഉള്ള കുറേ മേഖലകളുണ്ട്, പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും പോയിട്ടില്ല. അതെല്ലാം പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ താല്പര്യമുള്ളവർ ധ്യാനത്തിൽ സംബന്ധിക്കുക, വചനം കേൾക്കുക, ദൈവവചനം വായിക്കുക, മനസ്സിലാക്കുക. പിന്നെ ചിലരൊക്കെ ഇപ്പോൾ കമൻറ്റ് ഓഫ് ചെയ്തതിൻ്റെ കാരണം ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള കുറച്ച് വീഡിയോ ലിങ്കുകൾ കൊണ്ടിടാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഏതാണ്ടൊക്കെ ഒരു ചില പരിപാടികളകത്ത് ആരംഭിച്ചുകൊണ്ടാണ് അത് കമൻറ്റ് ഓഫ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിലേക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ആവശ്യമായ കാര്യങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നൈറ്റ് വിജിലും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ നിരവധി പേർക്ക് പങ്കുവെച്ച് കൊടുക്കണം. നിരവധി പേരിലേക്ക് അത് കടന്നേലട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിരവധി പേർ വിശുദ്ധ ജീവിതം നയിക്കാതെ മരിച്ചുപോയവരാണ്.
അവരുടെ ആത്മാവിനെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണോ അത് അവിടുന്ന് നിറവേറ്റണമേ. ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നിരവധി പേർ അവരെപ്പോലെ നിത്യത നഷ്ടപ്പെടുന്നവരാകാതെ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാകട്ടെ. അതിനുവേണ്ടി ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ ഒരുങ്ങട്ടെ, വ്യക്തികൾ ഒരുങ്ങട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ബന്ധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അവർ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി പറയുന്നു. ജീവിച്ചിരുന്നപ്പോൾ മരിച്ചുപോയ പലർക്കും വേണ്ടി ദൈവവചനം പറഞ്ഞു കൊടുക്കാനോ നേരായ മാർഗത്തിലേക്ക് നയിക്കാനോ ശ്രമിക്കാതെ പോയതിനോർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. സ്വർഗീയപ്പ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈശോയെ, അവിടുന്ന് കാൽവരി കുരിശിൽ ചിന്തിയ രക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ മേഖലകളെയും കഴുകണമേ. ആ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി, സൗജന്യമായി നീതീകരിച്ചതിനായി നന്ദി പറയുന്നു. ഒരു പൈസ പോലും ചെലവില്ലാതെ ഞങ്ങളെ നീതീകരിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളൊന്നും അങ്ങേക്ക് തന്നിട്ടല്ല അങ്ങ് ഞങ്ങൾക്ക് നീതീകരണം നൽകിയത്. അങ്ങ് ഞങ്ങളുടെ സ്നേഹത്തെ പ്രതിയാണ്. ഈശോയെ, അവിടത്തേക്ക് നന്ദി. പരിശുദ്ധാത്മാവെ, നന്ദി പറയുന്നു. അവിടത്തിലൂടെ അവിടുത്തെ ആലയമാകുന്ന ഞങ്ങളുടെ ശരീരത്തെ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലുള്ള വിലയ്ക്ക് വാങ്ങുന്ന സത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനും ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിങ്ങൾ ഈ സന്ദേശത്ത് കേട്ടതിന് നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. നിങ്ങൾ, നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ തലമുറകളും വിശുദ്ധീകരിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഞാനും മരിച്ചു, നിത്യമാം ജീവൻ കൈവരിച്ചു. കണ്ണിൽ ഞാൻ സർവ്വവും ലയിച്ചു, കണ്ണിൽ ഞാൻ സർവ്വവും ലയിച്ചു. പ്രത്യാശ അറ്റവരെ പോലല്ല നാം ക്രിസ്തുവിൽ ഹല്ലേലൂയ, എന്നേശു മരണത്തെ ജയിച്ചു.